ഈ ഒരു സംഭവം കണ്ടോ? ഇതേ ചോറിന്റെ കൂടെ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നോ! വീട്ടിലുള്ള 2, 3 ഐറ്റംസ് മാത്രം മതി. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം വെച്ചിട്ടാണ് ട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്, പിന്നെ ചെറിയ ജീരകവും കുറച്ച് വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചധികം കുഞ്ഞുള്ളി എടുത്തോളൂ. കുഞ്ഞുള്ളി എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ സവാള എടുത്താലും മതി. ദാണ്ടെ ഈ ഒരു പാകം വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പുളിയും, ഇനി കുറച്ചധികം കറിവേപ്പില. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇൻഗ്രീഡിയന്റ് അതാണ് ഇത് ട്ടോ. അപ്പൊ ഈ ഒരു സംഭവത്തിന് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്ന ഈ കറിവേപ്പിലയാണ്. അപ്പോൾ കുറച്ചധികം ചേർത്തോളൂ. ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഇതുപോലൊന്ന് മിക്സാക്കി അതിന്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കി അതൊന്ന് തണുത്ത് വരുമ്പോഴേ ഇതുപോലൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലൊന്ന് ക്രഷ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളം. അതും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നത് ഇതുപോലെ. അവിടെ കണ്ടോ, പൊളി ഐറ്റമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ ഒരു ഐറ്റം മാത്രം മതി. അപ്പൊ എങ്ങനെ, ട്രൈ ആക്കല്ലേ?